നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 30, 2026 തിങ്കൾ. അങ്ങനെ ഇന്നത്തോടുകൂടി ഈ സാമ്പത്തിക വർഷത്തെ അവസാന ട്രേഡിംഗ് സെഷനും അവസാനിക്കുകയുണ്ടായി. മാത്രമല്ല വെള്ളിയാഴ്ച അതിശക്തമായ നഷ്ടം ഇന്നും ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും പിന്തുടരേണ്ടതായിട്ട് വന്നു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ശക്തമായ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലും മറികടക്കുവാനായില്ല. എങ്കിലും 2024 ജൂൺ മാസത്തെ ലോയും കൂടാതെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ ലോ ലെവലുമായിരുന്ന 22,300 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും 22,283 എന്ന ലെവലിൽ നിന്നും ഉടനടി തന്നെ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 488 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും 22,300 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം സെൻസെക്സിന് 1,635 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 2,000 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 437 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 2,626 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, SBI, ആക്സിസ് ബാങ്ക്, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, കോൾ ഇന്ത്യ, ONGC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ്, ഓട്ടോ, റിയാലിറ്റി, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പ്രൈവറ്റ് ബാങ്ക്, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 2% മുതൽ 3% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകളും ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇന്ന് 2.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. RBIയുടെ ഭാഗത്ത് നിന്നും പ്രഖ്യാപിച്ച പുതിയ നടപടികളൊന്നും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നും ഇന്ത്യൻ രൂപയെ രക്ഷിക്കുവാനായില്ല. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് 95 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 95.12 എന്ന റെക്കോർഡ് ലോയിലേക്കും ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് എത്തിച്ചേരേണ്ടതായിട്ടും വന്നു. തുടർന്ന് ചെറിയ തോതിൽ റീബൗണ്ട് സാധ്യമായതിന്റെ ഫലമായിട്ട് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 2 പൈസയുടെ നഷ്ടത്തോടുകൂടി 94.83 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്ന് UAEയിലെ ബിഗസ്റ്റ് അലൂമിനിയം കമ്പനിയായ എമിറേറ്റ്സ് ഗ്ലോബൽ അലൂമിനിയത്തിന്റെ മുകളിലും കൂടാതെ അലൂമിനിയം ബഹ്റിന്റെ മുകളിലും ഉണ്ടായ അതിശക്തമായ ആക്രമണത്തെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ അലൂമിനിയം സ്റ്റോക്കുകളായ ഹിൻഡാൽകോ, നാൽകോ, വേദാന്ത തുടങ്ങിയ സ്റ്റോക്കുകളിൽ 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് 3 മാസം മുതൽ 6 മാസത്തേക്കായിട്ടുള്ള ലോണുകളുടെ മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. അതേസമയം LNG സപ്ലൈയുടെ മുകളിലുള്ള ആശങ്കയെ തുടർന്ന് ഇന്ന് ഇറ്റാലിയന്റെയും ജൂബിലന്റ് ഫുഡ്സിന്റെയും സ്റ്റോക്ക് പ്രൈസിൽ 7% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ അതേ ലെവലിലേക്ക് എത്തിച്ചേർന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $115 മുകളിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $102 മുകളിലേക്കും കുതിച്ചുയരുകയും ചെയ്തു. മാത്രമല്ല ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ച ഇന്നും വിപണിയിൽ തുടർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ സമാധാനത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷകൾ ലോകത്താകമാനം വന്നെങ്കിലും പിന്നീടുള്ള ട്രംപിന്റെ നടപടികളെ തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിലുണ്ടായ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്തു. ഇതുകൂടാതെ വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ ദിനം പ്രതി അതിരൂക്ഷമാകുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ന് ഇറാന്റെ പവർ പ്ലാന്റിന്റെ മുകളിലും വെള്ള ശുദ്ധീകരണശാലകളുടെ മുകളിലും US-ന്റെയും ഇസ്രായേലിന്റെയും അറ്റാക്ക് ഉണ്ടായി. തീർച്ചയായിട്ടും അതിന്റെ ഒരു റിട്ടാലിയേഷൻ വരുന്ന ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലും ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനാലും അതൊരു പക്ഷേ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഒരു പക്ഷേ ശക്തമായ ഉയർച്ചയ്ക്ക് ഇടയാക്കുമെന്നുള്ളതിനാൽ തന്നെ ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ
വിലയിൽ അനുഭവപ്പെട്ട ഉയർച്ച തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കാണുകയുണ്ടായി. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഓൺഷോർ എക്സ്പോഷറിന്റെ സ്ഥാനപരിധി കർശനമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് ഹെവി വെയ്റ്റ് ഫിനാൻഷ്യൽ, ബാങ്കിംഗ്, പ്രൈവറ്റ് ബാങ്ക് മേഖലകളിലെ സ്റ്റോക്കുകളിൽ 2% മുതൽ 2.5% ഇടിവും അനുഭവപ്പെട്ടു. മാത്രമല്ല RBIയുടെ ഈ നീക്കം ധനകാര്യ സ്ഥാപനങ്ങളുടെ ക്രമരഹിതമായ പിരിമുറുക്കത്തിനും നഷ്ടത്തിനും കാരണമാക്കുമെന്ന് പ്രമുഖ ബാങ്കർമാർ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ട് ബാങ്കുകളോട് വിദേശ നാണയ വിപണിയിൽ അവരുടെ മൊത്തം ഓപ്പറേഷൻ റുപ്പി പൊസിഷനുകളിൽ ഓരോ പ്രവൃത്തി ദിവസത്തിന്റെയും അവസാനത്തോടെ $100 മില്യൺ ആയിട്ട് പരിമിതപ്പെടുത്തണമെന്ന് നിർദ്ദേശവും വരികയും ചെയ്തു. മാത്രമല്ല ഏപ്രിൽ 10 ഈ നിബന്ധനകൾ എല്ലാവരും പാലിക്കേണ്ടതായിട്ടുമുണ്ട് എന്നുള്ള അറിയിപ്പും വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി ബാങ്കിന് 2000 പോയിന്റുകളുടെ അഥവാ 4% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ നിഫ്റ്റി PSU ബാങ്കിന് 376 പോയിന്റുകളുടെ അഥവാ 4% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ടുള്ള RBIയുടെ പുതിയ നയങ്ങളെ തുടർന്ന് ഇന്ന് ബാങ്കിംഗ് മേഖലയിലുണ്ടായ അതിശക്തമായ ഇടിവും കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും തുടർച്ചയായി ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. മാത്രമല്ല രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ചരിത്രത്തിലെ സിംഗിൾ മന്തിലെ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് ഈ മാസം, അതായത് 2026 മാർച്ച് മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടതായിട്ടും വരുന്നത്. ഇതിനു പുറമെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ആയതിനാൽ തന്നെ മന്ത്ലി എക്സ്പയറോടനുബന്ധിച്ചുള്ള അനുഭവപ്പെടുന്ന വോൾട്ടാലിറ്റിയും ഇതിനു പുറമെ ഇന്ന് ഈ സാമ്പത്തിക വർഷത്തെ അവസാന ട്രേഡിംഗ് സെഷൻ ആയതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും നിക്ഷേപകരുടെയും ട്രേഡേഴ്സിന്റെയും ഭാഗത്ത് നിന്ന് വരുന്ന നടപടികളെ തുടർന്നുണ്ടായ വോൾട്ടാലിറ്റിയും നമ്മുടെ മാർക്കറ്റിനെ ദോഷകരമായി തന്നെ ബാധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും ശക്തമായ ഇടിവ് US ഡോളറിന് നേരിടേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് രാവിലെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം നടത്തിയിരുന്ന യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 0.5% അഥവാ 222 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%ലേറെയും ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ചൈനീസ്, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $115.20 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $101.61 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില രാവിലത്തെ പോലെ തന്നെ ഏകദേശം തൽസ്ഥിതി തന്നെ തുടരുന്നു. $4,534.16 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മഹാരാഷ്ട്ര അപ്പെക്സ് 1:1 എന്ന റേഷ്യോയില് റൈറ്റ് ഇഷ്യൂ കമ്പനി പ്രഖ്യാപിച്ചു. ലോധ ഡെവലപ്പേഴ്സ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ വഴി 500 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. പ്രീമിയർ എനർജീസ് തെലങ്കാനയിൽ 5.6 ജിഗാവാട്ട് സോളാർ മോഡുലർ സൗകര്യം കമ്മീഷൻ ചെയ്തു. ഹബ് ടൗൺ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾക്കായിട്ട് കമ്പനിയുടെ 100% പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു അനുബന്ധ സ്ഥാപനം ഹബ് ടൗൺ സെൻട്രൽ എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു. അംബുജ സിമെന്റുമായിട്ടുള്ള പെന്ന സിമെന്റിന്റെ ലയനത്തിന് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അഹമ്മദാബാദിൽ നിന്ന് അനുമതി ലഭിച്ചു. വിൻ സുമൻ പ്രോഗ്രാമിന് കീഴിൽ ICCC ജില്ലാ ഹെൽപ്പ് ഡെസ്ക് എന്നിവയ്ക്കായി 14.1 കോടി രൂപയുടെ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ജ്യോതി സ്ട്രക്ചർ അദാനി ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 88.33 കോടി രൂപയുടെ പദ്ധതി കമ്പനിക്ക് ലഭിച്ചു. നാളെ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ഏവർക്കും നല്ലൊരു ഹോളിഡേ ആശംസിക്കുന്നു. ബുധനാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.